I am Dr. SANDEEP K R BHAT, Orthopaedic Surgeon, Co-operative Hospital, Kumbla. So, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുട്ടുവേദനയെ കുറിച്ചാണ്. പ്രത്യേകിച്ചും മുട്ടിന്റെ തേയ്മാനത്തിന്റെ കുറിച്ചാണ്. ಅಂದ್ರೆ ಸವೆತದ ಬಗ್ಗೆ ಹೇಳುದು. ಮೊಣಕಾಲಿನ ಸವೆತದ ಬಗ್ಗೆ. ഞാൻ 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ട് മടക്കാൻ മടക്കങ്ങൾക്ക് ഭിത്തിയെ പിടിച്ചു കൊടുത്താണ് നടന്നത്. ഈ ಮೊಣಕಾಲು ಅಂದ್ರೆ ಎಂತ? മുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഇസ് ഇറ്റ് സോ സിഗ്നിഫിക്കന്റ്? ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു ഒ പിയിൽ വരുന്ന ഒരു 50 പേഷ്യന്റിൽ ഒരു 40 പേഷ്യൻസ് അറൌണ്ട് 70 to 80% പേഷ്യൻസ് പോലും മുട്ടുവേദന ആയിരിക്കും കംപ്ലൈന്റ്. അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ ഡിഫറെന്റ് ഏജസ് അതിന്റെ കോസും വ്യത്യസ്തമായിരിക്കും. ചില ആൾക്കാർക്ക് പരിക്കുണ്ടാവാം, ചില ആൾക്കാർക്ക് പരിക്കില്ലാത്ത മുട്ടുവേദന ഉണ്ടാവാം. നമ്മളിപ്പോ പറയാൻ പോകുന്നത് യൂഷ്വലി പരിക്കില്ലാത്ത മുട്ടുവേദനയെ കുറിച്ചാണ്. എന്താണ് അതിന്റെ കാരണം? അങ്ങനെ നോക്കാൻ പോയാൽ വയസ്സ് പ്രകാരം നോക്കിയാൽ അറൌണ്ട് 60 വയസ്സിനേക്കാളും മുകളിൽ വരുന്ന പേഷ്യൻസ്, എസ്പെഷ്യലി ലേഡീസ് ആണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. മുട്ടുവേദനത്തിന്റെ മെയിൻ കാരണം മുട്ട് തേയ്മാനമാണ്. എന്താണ് മുട്ട് തേയ്മാനം? ആൾക്കാർ ചോദിക്കും, എല്ലാണോ തഴഞ്ഞു പോകുന്നത്, ഞരമ്പാണോ തഴഞ്ഞു പോകുന്നത്, എന്താണ് തഴഞ്ഞു പോകുന്നത്? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുട്ട് എന്തൊക്കെയാണ് ഉള്ളത്, മുട്ടിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇവിടെ ഒരു മുട്ടിന്റെ ഒരു മോഡൽ ഉണ്ട്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതാണ് തൊടയിലിന്റെ താഴത്തെ ഭാഗം. ഈ ഭാഗം, ഇത് മുട്ടലിന്റെ മുകളിലത്തെ ഭാഗം, ഇത് ചിരട്ട എന്ന് പറയും ഈ എല്ലിനെ. അപ്പോ ഇത് അതിന്റെ അടുത്ത് വേറൊരു എല്ലുണ്ട്, ഫിബുല എന്ന് പറയും. പക്ഷെ മുട്ട് ആവുന്നത് 3 എല്ല് കാരണങ്ങൾ. മുട്ടിന്റെ ജോയിന്റ്, മുട്ട് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ആണത്. ജോയിന്റ് എന്ന് പറഞ്ഞാൽ സന്ധി എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എല്ലുകൾ കൂടി സംയോജിക്കുന്ന ഭാഗത്തിനെയാണ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ മുട്ട് എന്ന് പറഞ്ഞാൽ 1, 2, 3 ഈ 3 എല്ല് തമ്മിലുള്ള ജോയിന്റിനാണ് മുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ മുട്ടിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പോ ക്വിസിലൊക്കെ ചോദിക്കുന്ന പോലെ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ജോയിന്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി? അത് നീ ജോയിന്റ് ആണ്. പിന്നെ മുട്ടിന്റെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും നമുക്ക് തൊടാൻ പറ്റുന്ന ഭാഗം ജോയിന്റ്സിലേക്ക് കൈമുട്ടും കാൽമുട്ടും ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തൊടാൻ കിട്ടുന്നത്. ബാക്കി എല്ലാത്തിനും മസിലിന്റെ കവർ ഉണ്ടാവും. ഈ കാൽമുട്ടും കൈമുട്ടാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മൾ ഇന്നിപ്പോ സംസാരിക്കുന്നത് കാൽമുട്ടിനെ കുറിച്ചാണ്. അപ്പൊ കാൽമുട്ടിന്റെ ഏറ്റവും കൂടുതലായിട്ട് തേയ്മാനം വരുന്ന ഭാഗം മുട്ടാണ് ശരീരത്തിൽ. അപ്പോ എന്താണ് തേഞ്ഞു പോകുന്നത്? ഈ തരുണാസ്ഥി എന്ന് പറയും നമ്മൾ, എല്ലിന്റെ കോട്ടിംഗ്. തരുണാസ്ഥി എന്ന് പറയും കാർട്ടിലേജ് എന്നാൽ തരുണാസ്ഥി. സോ വേറെ ടൈപ്പ് കാർട്ടിലേജ് ഉണ്ട്. പക്ഷെ മുട്ടിൽ വരുന്ന കാർട്ടിലേജിന്റെ പേര് ഹൈലൻ കാർട്ടിലേജ് എന്നാണ്. ഹൈലൻ കാർട്ടിലേജ്. ഓക്കെ, അതിന് വേറൊരു പേരും നമ്മൾ തരും. ജോയിന്റിന്റെ ഉള്ളിലാകുമ്പോഴത്തേക്ക് ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയും, ജോയിന്റിന്റെ ഉള്ളിലുള്ള കാർട്ടിലേജ്. അപ്പോ അത് തേഞ്ഞു പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ മെയിൻ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് തേഞ്ഞു പോകുന്നത്? അപ്പോ ജസ്റ്റ് ലൈക്ക് ഡയബറ്റീസിന് ഒരു കാരണമില്ല എന്തുകൊണ്ട് ഡയബറ്റീസ് വരുന്നത്. ദർ ഇസ് നോ സിംഗിൾ റീസൺ. മൾട്ടിഫാക്ടോറിയൽ എന്ന് പറയും, കുറെ കാരണങ്ങൾ കൊണ്ടുവരാം. മെയിൻ കാരണം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നോൺ മോഡിഫയബിൾ പറഞ്ഞാൽ മാറ്റാൻ പറ്റാത്ത കാരണങ്ങൾ. മറ്റൊന്ന് മാറ്റാൻ പറ്റുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ്. മാറ്റാൻ പറ്റാത്ത എന്തൊക്കെയാണ്? വയസ്സ്, ഏജ് അനുസരിച്ച് മുട്ട് തേയ്മാനം വരാം. 60 കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 15 to 20% ആൾക്കാർക്ക് നമുക്ക് കാണാം. 70 ഇയേഴ്സ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 30 to 40% ആൾക്കാർക്ക് തേയ്മാനം വരും. മറ്റൊന്ന് ഫാമിലി ഹിസ്റ്ററി, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, നോൺ മോഡിഫൈബിൾ എന്ന് പറയും. പിന്നെ വരുന്നത് ചില അസുഖങ്ങൾ, ഇപ്പോൾ സപ്പോസ് രക്തവാദം അതൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. യു ക്യാൻ ഗെറ്റ് അണ്ടർ കൺട്രോൾ, അത്രേ ഉള്ളൂ. വാട്ട് ആർ മോഡിഫൈബിൾ ഫാക്ടേഴ്സ്? മെയിൻ ആണ് ബോഡി വെയിറ്റ്, ഒബെസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയും. അത് കുറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈവൻ ഒരു 0.45 kg, 1 പൗണ്ട് വെയിറ്റ് കൂടിയാൽ നിങ്ങളുടെ മുട്ടിന്റെ മുകളിൽ വരുന്ന ലോഡ് 4 പൗണ്ടാണ്. അപ്പോൾ 1 പൗണ്ടിന് 4 പൗണ്ടാണ് നിങ്ങളുടെ മുട്ടിന്റെ മുകളിൽ വെയിറ്റ് വരുന്നത്. അത് നിങ്ങളുടെ മുട്ടിനെ എത്ര നിങ്ങൾ ഉപയോഗിക്കുന്ന അതനുസരിച്ച് അത് മാറും, കുറയും, കൂടും കേട്ടോ. അപ്പോ നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് എന്തൊക്കെയാണ് ഈ മുട്ടിന് കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുന്ന ഇത്. ഒന്ന് നമ്മൾ പറഞ്ഞു ബോഡി വെയിറ്റ്. വേറൊന്ന് എന്തെങ്കിലും മുട്ടിനായ പരിക്കുകൾ. ഇപ്പൊ മുമ്പ് നിങ്ങൾക്ക് ചെറുപ്പത്തിലോ അല്ലെങ്കിൽ കളിക്കുന്ന സമയത്തോ, എക്സാമ്പിളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അവന്റെ ACL ലിഗമെന്റ് കീറിപ്പോയി, എന്റെ മെനിസ്കസ് കീറിപ്പോയി. അത് എന്തിനാണ് നമ്മളിപ്പോ ചെറുപ്പത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറയുന്നത്? ഭാവി മീൻസ് അറൌണ്ട് 20 to 30 ഇയേഴ്സ്. ഇപ്പോൾ 20 ഇയേഴ്സ് ഉള്ള പയ്യന് ഇഞ്ചുറി ആയിട്ടുണ്ടെങ്കിൽ ഒരു 40-50 ആകുമ്പോഴത്തേക്കും
തേയ്മാനം വരും. അപ്പോൾ ജനറൽ പോപ്പുലേഷനേക്കാളും ഒരു 10 years മുമ്പേ തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. തേയ്മാനത്തിനെ കുറിച്ച് എന്തിനാണ് നമ്മൾ ഇത്ര പറയുന്നത്? ബിക്കോസ് മെയിൻ സിംറ്റംസ് എന്തൊക്കെയാണ്, പേഷ്യന്റ് എന്തൊക്കെയാണ് പറയുന്നത് തേയ്മാനത്തിനെ കുറിച്ച്? മെയിൻ 3 കാരണങ്ങൾ അവർ പറയും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫാക്ടറാണ് കോൺസ്റ്റന്റ് എന്ന് പറയും. എപ്പോഴും ഈ ഫാക്ടർ ഉണ്ടാവും തേയ്മാനത്തിൽ. എപ്പോഴും ഉള്ള വേദന കണ്ടിന്യൂസ് പെയിൻ ആയിരിക്കും, എപ്പോഴും ഉണ്ടാവും. വേദന കൂടുന്നത് എപ്പോഴൊക്കെയാണ്? മുട്ടിന്റെ കൂടുതൽ അനക്കിയാൽ. എക്സാമ്പിൾ, നിങ്ങൾ പടി കയറുമ്പോൾ, പടി ഇറങ്ങുമ്പോൾ, നിലത്തിരുന്നിട്ട് എണീക്കുമ്പോൾ, കുറെ നടന്നാൽ, എസ്പെഷ്യലി സ്ലോപ്പിലൂടെ കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ മുട്ടുവേദന കൂടും. കുറയുന്ന എപ്പോഴാണ്? പേഷ്യന്റ് തന്നെ പറയും, റെസ്റ്റ് എടുക്കുമ്പോൾ മുട്ടുവേദന കുറയും. രാവിലെ മുട്ടുവേദന ഉണ്ടോ? രാവിലെ അത്ര മുട്ടുവേദന ഇല്ല എന്ന് പറയും. മുട്ടിൽ പിടുത്തം ഉണ്ടോ? രാവിലെ അത്ര പിടുത്തം ഇല്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിടുത്തം കൂടും. അത് വൺ ഓഫ് ദ സിംറ്റംസ് ആണ്. വേറെന്തൊക്കെയാണ്? മുട്ട് മടക്കാൻ പറ്റത്തില്ല, അതാണ് തേർഡ് വൺ. ഫംഗ്ഷൻ, മുട്ടിന്റെ ഫംഗ്ഷൻ കുറയും. ഫംഗ്ഷൻ എന്നാൽ മുട്ടിന്റെ കാര്യക്ഷമത കുറയും. പിന്നെ വേറെ എന്തൊക്കെയാണ്? നമ്മൾ പരിശോധിക്കുമ്പോൾ വേറെ സിംറ്റംസ്, സൈൻസ് ഉണ്ടാവും, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് തേയ്മാനത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ദ മെയിൻ ഫാക്ടർ. നമ്മൾ ഏജ് ആവും തോറും മുട്ടിന്റെ ഉള്ളിലുള്ള ഈ തരുണാസി എന്ന് പറയും, കാർട്ടിലേജ്, ഇതാണ് നമ്മുടെ മുട്ടിന്റെ കോട്ടിംഗ് എന്ന് പറയുന്നത്. അത് 2 ഭാഗത്തും ഉണ്ട്. അതിന്റെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ, അതിന്റെ കോമ്പോസിഷനിൽ വരുന്ന മാറ്റങ്ങൾ, അതിന്റെ വെള്ളത്തിന്റെ അംശം കുറയും, അത് ഡ്രൈ ആയി പോവും. ഡ്രൈ ആകുമ്പോൾ ചെറിയ ക്രാക്സ് വരാം. ക്രാക്സ് വന്നിട്ട് അത് കൂടുതൽ ഭാഗത്തേക്ക് പടരാം. പിന്നെയാണ് അത് കൂടുതലായിട്ട് തയഞ്ഞു പോകുന്നത്. Good morning all. I am Dr. SANDEEP K R BHAT, Orthopaedic Surgeon, Co-operative Hospital, Kumbla. ഇതിന്റെ തേയ്മാനത്തിന് ചികിത്സ എന്താണ് പറയുന്നത്? യൂഷ്വലി ആഫ്റ്റർ 60 years of age. One more thing is that operation വേണ്ടി വരും. Depending on the stage of the disease. ആൾക്ക് പറഞ്ഞ എക്സസൈസ് അല്ല, മുട്ടിന്റെ സ്ട്രെങ്തനിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ടിന്റെ തേയ്മാനത്തിന് ചികിത്സ എന്താണ്? ചികിത്സ യൂഷ്വലി ചിലപ്പോൾ ചോദിക്കും, ഓപ്പറേഷന് വേണ്ടി വരുമോ, അല്ലെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സോ യൂഷ്വലി നമ്മൾ ഓപ്പറേഷൻ പറയുന്നത് യൂഷ്വലി ആഫ്റ്റർ 60 years of age ആണ് ഓപ്പറേഷൻ പറയുന്നത്. ഓപ്പറേഷൻ തന്നെ 2-3 ടൈപ്സ് ഉണ്ട്. പിന്നെ ആദ്യം നമ്മൾ യൂഷ്വലി പേഷ്യന്റിനോട് പറയുന്നത് നോൺ ഓപ്പറേറ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്, ബിക്കോസ് എല്ലാവരും ഓപ്പറേഷന് സമ്മതിക്കണമെന്നില്ല. പിന്നെ ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് ഓപ്പറേഷൻ വേണ്ടി വരില്ല. സോ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ് ഓഫ് ദ ഡിസീസ്, അതിൽ വേറെ സ്റ്റേജും ഉണ്ട്. എക്സ്റേ പ്രകാരം ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ഉണ്ട്. പിന്നെ ഏജ് പ്രകാരം ഇപ്പോൾ യങ് ആണെങ്കിൽ നമുക്ക് ചില നോൺ മോഡിഫൈബിൾ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ തിങ്സ്. വെയിറ്റ് റിഡക്ഷൻ, അതാണ് ഫസ്റ്റ് അഡ്വൈസ്. വെയിറ്റ് റിഡക്ഷനിൽ എക്സസൈസും വരും, ഡയറ്റ് കൺട്രോളും വരും. എക്സസൈസ് എന്തൊക്കെ എക്സസൈസ് എന്ന് ചോദിക്കും. എക്സസൈസ്, സ്ട്രെയിനുവസ് എക്സസൈസ്, മുട്ടിനുള്ള എക്സസൈസ് ഒഴിവാക്കണം. സ്ക്വാറ്റിംഗ്, പിന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ലോസ് ആണോ, അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങാം. അത് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ഫോർ ദ പേഴ്സൺ. മുട്ടുവേദനയുള്ള ആൾക്ക് പറഞ്ഞ എക്സസൈസ് അല്ല. വേറെ എന്തൊക്കെ എക്സസൈസ്? വാക്കിംഗ്, ലെവൽ ഗ്രൗണ്ടിൽ വാക്ക് ചെയ്യാം, സ്വിമ്മിംഗ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം മോഡറേറ്റ് സ്പീഡിൽ. പിന്നെ അതൊക്കെയാണ് ലോ ഇമ്പാക്ട് എറോബിക് ആക്ടിവിറ്റീസ്. അതൊക്കെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. ഈവൻ മുട്ടിന്റെ സ്ട്രെങ്തനിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ മുട്ടിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. മുട്ടിന് ചുറ്റുമുള്ള പേശികളെ ബലപ്പെടുത്താനുള്ള എക്സസൈസും ഇതിൽ ഉൾപ്പെടും. ലോ ഇമ്പാക്ട് എറോബിക് ആക്ടിവിറ്റീസ്. വേറെ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്? വേറെ എല്ലാവർക്കും അറിയാം, മരുന്നുകൾ. മരുന്നിൽ തന്നെ ഡിഫറെന്റ് മോഡാലിറ്റീസ് ഉണ്ട്. പെയിൻ കില്ലേഴ്സ് ഉണ്ട്, അനാൽജസിക്സ് എന്ന് പറയും. അതിൽ അനാൽജസിക്സ് തന്നെ കുറെ മാതിരിയുള്ള അനാൽജസിക്സ് ഉണ്ട്. നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയും, ഓപ്പിയോയിഡ്സ് എന്ന് പറയും. പിന്നെ ചിലത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഡിസീസ് മോഡിഫയിങ് ഏജന്റ്സ് എന്ന് പറയും. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എക്സാമ്പിൾ ഗ്ലൂക്കോസമൈൻ, പിന്നെ ഡയസറിൻ, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ചിലതൊക്കെ പ്ലാന്റ് എക്സ്ട്രാക്ട് ഒക്കെ പറയാറുണ്ട്. എക്സാമ്പിൾ ഈ മഞ്ഞളിന്റെ കുർക്കുമിൻ എന്നൊക്കെ പറയും. അതിന്റെ ചില ഡിറൈവേറ്റീവ്സും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ യൂഷ്വലി ടെമ്പററി പെയിൻ റിലീഫിനായിട്ട് കൊടുക്കുന്നത് മുട്ടിന്റെ ഉള്ളിൽ അടിക്കാനുള്ള ഇഞ്ചക്ഷൻസ് ആണ്. അപ്പോൾ ഇഞ്ചക്ഷൻസ് 2 തരമുണ്ട്. ഒന്ന് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ്, ഒന്ന് ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻസ്. അപ്പോൾ യൂഷ്വലി സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് നമ്മൾ അടിക്കുന്നത് നോൺ ഡയബറ്റിക്സ് ആണ് പ്രിഫറബിളി, ആൻഡ് ഓൾഡർ പേഷ്യൻസ്. ഹൈലറോണിക് ആസിഡ് യൂഷ്വലി നമ്മൾ അടിക്കുന്നത് സ്റ്റേജ് 1, സ്റ്റേജ് 2 ആ തേയ്മാനത്തിനുള്ള ആ അവസ്ഥയിലാണ് അടിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അനദർ പാർട്ട് ഓഫ് എക്സസൈസ് ഇസ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പിയിൽ അവർ നിങ്ങൾക്ക് ടാർഗറ്റ് സ്പെസിഫിക് ആയിട്ട്, ഇറ്റ് ഈസ് അണ്ടർ എ ട്രെയിൻഡ് പേഴ്സണൽ, ട്രെയിൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഓർത്തോ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. ഓർത്തോ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. സോ ഹി വിൽ ഗൈഡ് യു എക്സാക്ട്ലി മുട്ടുവേദനയ്ക്ക് എന്ത് ട്രീറ്റ്മെന്റാണ് വേണ്ടത്. അതിൽ നിങ്ങൾക്ക് എക്സസൈസ് വരും. ടെൻസ് എന്ന് പറയുന്ന ട്രാൻസ് ഇലക്ട്രിക് സ്റ്റിമുലേഷൻ എന്ന് പറയും.
അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സും അതിൽ വരും ഫിസിയോതെറപ്പിയിൽ. പിന്നെ ചില ടേപ്പിംഗ് മെത്തേഡ്സ് ഉണ്ട് മുട്ടിന്. അതിപ്പോൾ യൂഷ്വലി നമ്മൾ അത്ലീറ്റ്സിനോ അല്ലെങ്കിൽ ഹൈ ഡിമാൻഡ് സ്പോർട്സ് ഉള്ള ആൾക്കാർക്കാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് മോഡാലിറ്റി ആണ് സർജിക്കൽ ട്രീറ്റ്മെന്റ്. സർജിക്കൽ ട്രീറ്റ്മെന്റിൽ തന്നെ ചെറുപ്പക്കാർക്കും വ്യത്യാസമുണ്ട്, പ്രായമുള്ള ആൾക്ക് വ്യത്യാസമുണ്ട്. ചെറുപ്പക്കാർക്ക് യൂഷ്വലി നമ്മൾ മുട്ട് റീപ്ലേസ്മെന്റ് അഡ്വൈസ് ചെയ്യാറില്ല. ബിക്കോസ് യൂഷ്വലി മുട്ട് തേയ്മാനത്തിന് നമ്മൾ സർജറി മുട്ട് റീപ്ലേസ്മെന്റ് അഡ്വൈസ് ചെയ്യുന്നത് ഓൺലി ആഫ്റ്റർ 60 or 65 ആൻഡ് ഡിപ്പെൻഡിംഗ് ഓൺ ദ പേഷ്യന്റ് കണ്ടീഷൻ. സോ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഏബിൾ ടു ബെയർ വെയിറ്റ് വിതൗട്ട് മച്ച് ഓഫ് ഡിഫിക്കൽട്ടി, ഒക്കേഷണൽ പെയിൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നീ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ യങ് പീപ്പിൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് അലൈൻമെന്റ് ഓസ്റ്റോട്ടോമി എന്ന് പറയും. സപ്പോസ് ഇവിടെ തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു എല്ലിന്റെ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ആ വളഞ്ഞ ഭാഗത്തെ ശരിയാക്കും. അതാണ് അലൈൻമെന്റ് ഓസ്റ്റോട്ടോമി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗം തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിനെ നമ്മൾ ശരിയാക്കും, ആ വളവിനെ ശരിയാക്കും. അതാണ് അലൈൻമെന്റ് ഓസ്റ്റോട്ടോമി. നൗ കമ്മിങ് ടു ദ നീ റീപ്ലേസ്മെന്റ് ആസ് സച്ച്. നീ റീപ്ലേസ്മെന്റിൽ എന്താണ് മാറ്റിവെക്കൽ? പേഷ്യന്റ് ചോദിക്കും, എന്റെ കാല് മുറിച്ചു മാറ്റുമോ? അതാണ് അവർ ചോദിക്കുന്നത്. മുട്ട് മാറ്റിവെക്കൽ എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റുമോ? ഇല്ല, മുറിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തേഞ്ഞു പോയ ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തരുണാസ്ഥി കവർ ചെയ്ത ഭാഗങ്ങൾ, തേഞ്ഞു പോയ ഭാഗങ്ങൾ മാത്രമേ തൊടുള്ളൂ. ഈ ഭാഗം, മുട്ടിന്റെ ഈ ഭാഗമോ ഈ ഭാഗത്തെ നമ്മൾ തൊടത്തില്ല. ചിരട്ടേനൊന്നും ചെയ്യത്തില്ല. ചിരട്ട അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ മാംസങ്ങളൊക്കെ അതേപോലെ ഉണ്ടാവും. ആകെ മുട്ട് മുട്ടിന്റെ ഇതിന്റെ സർജറി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്ത് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യും. മെനിസ്കസ് എന്ന് പറയും, അതൊക്കെ തേഞ്ഞു പോവും. പിന്നെ ലിഗമെന്റ്സ്, ചിലതിൽ ലിഗമെന്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല പുതിയ ഡിസൈനുള്ള ഇതിൽ നീ റീപ്ലേസ്മെന്റ് കോമ്പണൻസിൽ. അപ്പോൾ ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യന്റ് ചോദിക്കും, മുട്ട് മാറ്റിവെച്ചാൽ പഴയതുപോലെ നമ്മൾക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റുമോ? ഏജ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആർ അലൗഡ്. എക്സാമ്പിൾ 60+ ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് സ്പോർട്സ് കളിക്കുന്നതൊന്നും ഉണ്ടാവില്ല. ദേ വിൽ ഗോ ഫോർ വാക്കിംഗ്, സ്റ്റെപ്പ് ക്ലൈംബിംഗ്, ഓക്കെ. സ്ക്വാറ്റിംഗ് മുമ്പത്തെ പോലെ അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ദേ ഹാവ് ട്രെയിൻഡ് വിത്ത് ദിയർ നീസ് ഫോർ സ്ക്വാറ്റിംഗ് ആൻഡ് ദേ ആർ വെരി കോൺഫിഡന്റ് ദാറ്റ് ദേ ക്യാൻ ഡു ഇറ്റ്, വി വിൽ അലോ സ്ക്വാറ്റിംഗ്. പിന്നെ ചില ഡിസൈൻസ് ഉണ്ട് മുട്ടിൻ്റെത്, അതിൽ നിങ്ങൾക്ക് ഹൈ ഫ്ലെക്സ് നീ എന്ന് പറയും, അതിൽ സ്ക്വാറ്റിംഗ് അലൗഡ് ആണ്. പ്രേയേഴ്സ് സ്ക്വാറ്റ്സ് ഒക്കെ അലൗഡ് ആണ്. ദാറ്റ് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഏതാണ് നമ്മൾ കോമ്പണൻസ് യൂസ് ചെയ്തിട്ടുള്ളത് മുട്ട് മാറ്റി വെക്കാൻ. അതനുസരിച്ചാണ് നിലത്തിരിക്കാൻ പറ്റുമോ ഇല്ലയോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു മുട്ട് മാറ്റിവെക്കൽ, സമ്പൂർണ്ണ മുട്ട് മാറ്റിവെക്കൽ, ടോട്ടൽ നീ ആർത്തോപ്ലാസ്റ്റി ചെയ്തിരുന്നു. അത് ജനുവരിയിൽ. സോ ആ പേഷ്യന്റെ കംപ്ലൈന്റ് എന്തെന്ന് പറഞ്ഞാൽ 75 year old ഉള്ള ലേഡിയാണ്, 75 വയസ്സുള്ള അമ്മയാണ്. അവർക്ക് 10 വർഷമായിട്ട് അവർക്ക് കടയിൽ പോകാൻ പറ്റുന്നില്ല. അവർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കുന്ന് കയറാനുണ്ട്. കുന്നെന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പ് കയറാനുണ്ട്, അത് കയറാൻ പറ്റുന്നില്ല. 10 വർഷമായിട്ട് അവർ വീട്ടിനുള്ളിലാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല. 5 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഒരാൾക്ക് നമ്മൾക്ക് ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഡിപ്രഷനായിരിക്കും. അപ്പോൾ ഒരു 5 വർഷം 10 വർഷമായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ആളുടെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു 10 വർഷമായിട്ട് അവർ ടാബ്ലറ്റ്സും പിന്നെ കുഴമ്പും തൈലങ്ങളൊക്കെ തേച്ചുകൊണ്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നൗ ഷീ ഈസ് ഫ്രീ, ഷീ ക്യാൻ വാക്ക്, എവിടെ വേണമെങ്കിലും നടക്കാൻ പറ്റും. പിന്നെ ആരുടെ സഹായം ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 months ആയി. ഇപ്പോൾ നമ്മൾ അവരെ എണീപ്പിക്കാൻ നോക്കുമ്പോൾ പറയും, വേണ്ട, തൊടണ്ട, എനിക്ക് സ്വന്തമായിട്ട് എണീക്കാൻ പറ്റും, സ്വന്തമായിട്ട് നടക്കാൻ പറ്റും, സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ആരുടെയും പരസഹായം ആവശ്യമില്ല. 75 വയസ്സായി. സോ ഇതവർക്കൊരു പുതുജീവനാണ്. അപ്പോൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുട്ട് വേദനയുള്ള ആൾക്ക്, തേയ്മാനമുള്ള ആൾക്ക്, തേയ്മാനം കൊണ്ട് മുട്ട് വേദനയുള്ള ആൾക്ക് ജീവിതം തന്നെ ഓൾമോസ്റ്റ് ഒരു വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ റൂമിനുള്ളിൽ കൂടിയുള്ള ആൾക്ക് ഒരു അനുഗ്രഹമാണ്. അത് ഇന്നത്തെ കാലത്തുള്ള ടെക്നോളജി പ്രകാരം പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾക്ക് രോഗിയെ തിരിച്ച് നോർമൽ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചെത്തിക്കാൻ പറ്റും. ആക്ച്വലി വെസ്റ്റേൺ വേൾഡിൽ വാക്കിംഗ് സ്പോർട്സ് വരെ അവർ ചെയ്യാറുണ്ട്. സ്പീഡ് വാക്കിംഗ് അങ്ങനെയുള്ള സ്പോർട്സ് വരെ അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലെക്സ് സർജറീസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതുപോലെ തന്നെ വേറെ സർജറീസ് പറഞ്ഞാൽ കൈയും കാലിൻ്റെ അസ്ഥികൾ ഒടിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഇംപ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യാതെ നമുക്ക് കുട്ടികളുടെയും വയസ്സുള്ള ആൾക്ക് നമുക്ക് ഇംപ്ലാന്റ്സ് സ്റ്റീൽ അതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൈയിൻ്റെയും കാലിൻ്റെയും വേദനകളോ അസ്ഥി വേദനയോ നടുവേദനയോ നട്ടിൻ്റെ പ്രശ്നങ്ങളോ കഴുത്ത് വേദനയോ ഏത് ഭാഗത്തിൻ്റെ ഓർത്തോപെഡിക് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സഹകരണ ആശുപത്രി കുംബ്ലയിലേക്ക് വരാം.
നിങ്ങൾക്കൊരു പുതുജീവൻ നമ്മൾ ഉറപ്പു നൽകുന്നു.